ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ആശ്രമമാണ് നിത്യാനന്ദ ആശ്രമം. സ്വാമി നിത്യാനന്ദയാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. അതിൻ്റെ മെയിൻ എൻട്രൻസിലെത്തിയിട്ടോ. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഏറി വന്നാൽ ഇങ്ങോട്ടൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഈ ആശ്രമം നിൽക്കുന്ന സ്ഥലം വനപ്രദേശമായിരുന്നു. കണ്ടോ, കാട്ടിനകത്തൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു മലയോരത്ത് സ്വാമി 45 ഗുഹകൾ നിർമ്മിച്ചു. ഈ ഗുഹകളിൽ ഇരുന്ന് ഭക്തർക്ക് ധ്യാനിക്കാം. 1963 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. സ്വാമി നിത്യാനന്ദയുടെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ഒരു പൂർണ്ണകായ പ്രതിമയും ഈ ക്ഷേത്രത്തിലുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി പോവാം. സ്വാമി ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോവുക. ആഹാ, അടിപൊളി സ്റ്റൈലൻ ക്ഷേത്രമാണ് കാണുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം പോലെ തന്നെ. ഹോസ്ദുർഗ് കോട്ടയ്ക്കടുത്ത 25 ഏക്കർ സ്ഥലത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ നിന്നുള്ള രംഗങ്ങളുടെ ചില മനോഹരങ്ങളായ ശില്പങ്ങളും ഈ ആശ്രമത്തിലുണ്ട്. കണ്ടില്ലേ, ഇടത്ത് ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല പാടങ്ങളാണ്, അതിമനോഹര കാഴ്ചകളാണ് അതൊക്കെ. പിന്നെ അതുമല്ല, ഈ ആശ്രമത്തിൽ അന്തേവാസികൾ ഇഷ്ടംമാരുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും, ഉച്ചയ്ക്ക് ഊണും കിട്ടും. ഇവിടുന്ന് 3 നേരം ഭക്ഷണം ഈ ആശ്രമത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ അകത്ത് കിടന്ന് സ്വാമീൻ്റെ ഫോട്ടോസ് ആയി വെച്ചത്. നിത്യാനന്ദ സ്വാമീൻ്റെ പല രൂപത്തിലുള്ള ഫോട്ടോകളും. ഇത് കൃഷ്ണൻ്റെ വിഗ്രഹം, ഭഗവാൻ കൃഷ്ണനും ഉണ്ട് ഇവിടെ. ഇപ്പം ഞാൻ വന്ന സമയം 11 മണിയാണ്. 12 മണിക്ക് നടയടയ്ക്കും. പിന്നെ ഒരു 3 മണിക്ക് ശേഷം വീണ്ടും തുറക്കും. വെങ്കല പ്രതിമയാണ് സ്വാമീൻ്റെ. അപ്പോൾ അകത്ത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് വെങ്കല പ്രതിമ ഉള്ളത്. വെങ്കല ഭാഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഈ സ്വാമി പറയുന്നത് നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ്. രാഹുൽ പോയിട്ട് ഇവിടുത്തെ പ്രൈസ്റ്റാണ്, പുരോഹിതനാണ്. ഇവിടുത്തെ ശാന്തികാരനാണ്. അതെ അതെ. അപ്പോൾ സ്വാമി ഇതിപ്പോൾ എത്ര വർഷമായി? ഇതിപ്പം 63 ഇവിടെ ക്ഷേത്രം വരുന്നത്. 63 61 നിത്യാനന്ദ സ്വാമിയുടെ സമാധി ഗണേഷ്പുരിയിലാണ്, മഹാരാഷ്ട്രയിൽ. അതെ. ഈ സ്ഥലങ്ങളൊക്കെ മഹാരാഷ്ട്ര, ഈ ഹെഡ് ഓഫീസ് ശരിക്കും മഹാരാഷ്ട്ര ആയിരിക്കും അല്ലേ? അതെ അതെ, അവിടെയാണ് ട്രസ്റ്റൊക്കെ ഉള്ളത്. അതല്ലേ. പിന്നെ സ്വാമി മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. സ്വാമിയുടെ ചെറുപ്പത്തിൽ സ്വാമി ഇങ്ങനെ യാത്ര തുടങ്ങി. ആദ്യം കുമ്പള പോയി, അത് കഴിഞ്ഞ് ഇവിടെ ഗുരുവനം വന്നു. അതിന് ശേഷമാണ് പിന്നെ ഇവിടെ വന്ന് ഇവിടെ സ്ഥിരം നിൽക്കാൻ തുടങ്ങിയത് സ്വാമി. സ്വാമിയുടെ പേരെന്തായാലും അവധൂത ഭഗവാൻ നിത്യാനന്ദ സ്വാമി. അതെ അതെ. ഇപ്പോൾ എത്ര വർഷം സ്വാമി ഇവിടെ ജീവിച്ചിരുന്നത്? സ്വാമി എത്ര വർഷമെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടാ, എന്നാലും സ്വാമി 33 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഗണേഷ്പുരിക്ക് പോയത്. ജനാനന്ദ സ്വാമി ഇവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് സ്വാമി മുംബൈക്ക് പോയി. ഇവിടെ ദിവസം നിത്യപൂജ ഉണ്ടോ? ഉണ്ട്, നിത്യപൂജ ഉണ്ട്. 3 നേരം പൂജയുണ്ട്. രാവിലെ 4:30 നട തുറക്കും, 7:30 പൂജ, പിന്നെ ഉച്ചപൂജ 12 മണിക്ക്, പിന്നെ വൈകുന്നേരം ഇത് കഴിഞ്ഞ് 1 മണിക്ക് നട അടയ്ക്കും, പിന്നെ വൈകുന്നേരം 5 മണിക്ക് തുറക്കും, പിന്നെ 7 മണിക്ക് പൂജ, 8 മണിക്ക് നട അടയ്ക്കും. അപ്പോൾ അന്നദാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അന്നദാനം എന്നും ഉണ്ട് ഇവിടെ ഉച്ചയ്ക്ക്. അതെ അതെ. നമസ്കാരം. പിന്നെ സ്വാമി ഉണ്ടാക്കിയ ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് താഴെ. ഇതിപ്പം ക്ഷേത്രം ഇതിന് മുകളിലാണ് ഉള്ളത്. അതെ അതെ, ഗുഹയുടെ മുകളിലാണുള്ളത് ക്ഷേത്രം. ഇതിന് അടിഭാഗം മൊത്തം ഗുഹകളാണ്. ധ്യാനത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, സാധനയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയതാണ്. ഭക്തന്മാർക്കും ഉള്ളിൽ പോയി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമസ്തേ. അങ്ങനെ അവിടുന്ന് ഈ ഭസ്മവും ഒക്കെ വാങ്ങി തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലത്തെ കൂടെയുള്ള കാഴ്ചകൾ ഒന്ന് പ്രദക്ഷിണം വെക്കുക.
ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, ശിവൻ്റെ വിഗ്രഹമുണ്ട് ഈ ചുമരിൻ്റെ മുകളിൽ. എന്ത് നല്ല സ്ഥലം. ഇതിൻ്റെ അടിയിൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ മെയിൻ എൻട്രൻസ് അത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി നേരെ താഴത്തെത്തിയപ്പം ജനാനന്ദ സമാധി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു സമാധി ക്ഷേത്രം കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഇതാണ് ജനാനന്ദ സമാധി. അങ്ങനെ ഇവിടുന്ന് ഭസ്മൊക്കെ വാങ്ങി ഒരു മണി കറക്റ്റിന് ഇവിടുന്ന് ഉച്ചയൂണ് കിട്ടും. എത്ര ആളുണ്ടെങ്കിലും അവർക്ക് കൊടുക്കും. അത് മുൻകൂട്ടി പറയുന്നു വേണ്ട. ദിവസം അത്ര ആൾക്കാർക്ക് കൊടുക്കുന്നു. ഒരു സ്കൂളിന് ഇവിടുന്ന് ഫ്രീ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ഒരു ഊണ് കഴിച്ചതിന് ശേഷം മാത്രമേ തുറക്കൂ, ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ. ഇതിൻ്റെ അകത്ത് പവിത്രമായ 43 ഗുഹകളാണ്. അപ്പം അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളിൽ പോയി ഉച്ചയൂണൊക്കെ കഴിച്ച് കുളത്തിലെ മീനിൻ്റെ കാഴ്ചകളാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.